ഇക്കൊക്കെ ഒരു കാര്യമുള്ളൂ. ലക്ഷദ്വീപിൽ ഇവർ ഇത്രയും ടൂറിസം നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ജനങ്ങളുള്ള തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്? വെള്ളത്തിന് പ്രോബ്ലം ഉണ്ടാവും, ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടോ? ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഒരു ക്യാരിങ് കപ്പാസിറ്റി ഇല്ല, വേസ്റ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു ടൂറിസ്റ്റുകൾ പോട്ടെ? ഹോസ്പിറ്റൽ ഇല്ല എന്നല്ല, ഡോക്ടർമാരില്ല, എന്തെങ്കിലും ഒരു അപകടം പറ്റിയ ഇവാക്വേഷനാണ്. ഈ ഇവാക്വേഷൻ നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് എന്ത് വിശ്വസിച്ചിട്ടാണ് ജനങ്ങൾ വരിക? ടൂറിസ്റ്റായിട്ട് എന്ത് വിശ്വസിച്ചിട്ടാണ് വരേണ്ടത്? ഒന്ന് പറഞ്ഞേക്കാം. അതല്ലേ ആദ്യം മാറ്റം വരുത്തേണ്ടത്, അതല്ലേ നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പം അത് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പൊതുവേ എനിക്കിപ്പോൾ ഉള്ള വെറുപ്പും ദേഷ്യവും അത് തന്നെയാണ്. എനിക്ക് ആവശ്യമുള്ളത് എന്താണ്? അവിടേക്ക് ഹോസ്പിറ്റലും നല്ല ഡോക്ടർമാരും അതേപോലെ എല്ലാ ഫെസിലിറ്റിയോടുകൂടെ. എനിക്ക് ഇവാക്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എക്കാലവും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമേ അല്ല. ഈ ഇവാക്വേഷൻ കൊണ്ട് എത്ര പേര് മരണത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയാം. കാരണം ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻറ്റിന് ഇവാക്വേഷൻ നടത്തി കഴിഞ്ഞാൽ കൃത്യമായ ഓക്സിജൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും തന്നെ, അഥവാ ഇനി ഓക്സിജൻ ഇല്ലാത്തൊരു ഐലൻഡിൽ നിന്നാണ് കയറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ ഹെലികോപ്റ്ററിനകത്ത് ഓക്സിജൻ ഇതുണ്ടാവില്ല, കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാവില്ല. എന്താണ് ചെയ്യുക ഇവർ?